ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. ഇത്രയും വലിയ സ്വർണത്തിന്റെ മുതൽ കട്ടിട്ട് സന്തോഷിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടാണോ ആവോ ഇവർ ഈ പണിക്ക് മുതിർന്നത്? എന്തൊക്കെയായാലും ഇപ്പൊ പണി പാളി എന്നും മനസ്സിലായല്ലോ അവർക്ക്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതും പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നഷ്ടമായതുമാണ് വിവാദത്തിന് തുടക്കം. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി വിവാദം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി അറസ്റ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാവിലെയാണ് പത്മകുമാർ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. നേരത്തെ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞ് 2 തവണ നോട്ടീസ് അയച്ചിട്ടും ഓരോ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് അയാൾ സമയം നീട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ചോദ്യം ചെയ്ത എല്ലാവരുടെയും മൊഴിയിൽ പത്മകുമാറിന്റെ പേര് ഉണ്ടാകാറുണ്ടായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. ആ കാരണം കൊണ്ടും കൂടിയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായത്. തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് എന്നുമാണ് പറയുന്നത്. അറസ്റ്റിലാകുന്ന 2ാമത്തെ ഉന്നതനാണ് പത്മകുമാർ. 1ാമത്തെ ഉന്നതൻ എന്ന് പറയുന്നത് മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു ആയിരുന്നു. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോ പത്മകുമാറിന്റെ അറസ്റ്റും നടന്നത്. ഇവർ കൂടാതെ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരാണ് മുന്നേ അറസ്റ്റിലായിരുന്നവർ. ഇവരെല്ലാം CPMുമായി ബന്ധമുള്ളവരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പണ്ടുകാലം മുതൽക്കേ CPM എന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ എല്ലാം അടിവേര് തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ആയിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുഖ്യന്റെ മടിയിൽ കനം കൂടിയിട്ടുണ്ടോ എന്ന് കൂടെ അന്വേഷിക്കേണ്ടി വരും എന്ന് തന്നെ പറയട്ടെ. കാരണം കട്ടവരിൽ മുഖ്യന്റെ ചിങ്കടികൾ ഉള്ളപ്പോൾ നമുക്ക് മുഖ്യനെയും സംശയിക്കാലോ. എന്തായാലും ശബരിമല സ്വർണം കട്ട ആരും സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി സമാധാനത്തോടെ ഇരിക്കണ്ട. ഒരു നാൾ കട്ടിട്ടുള്ള ഒളിഞ്ഞിരുന്ന് സമാധാനപ്പെടുന്ന ഓരോ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അത് എത്ര ഉന്നതനാണെങ്കിലും ശരി.